കഴിഞ്ഞ മാസം എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയ്ക്ക് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഈ അടുത്ത് ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയപ്പോൾ അവർക്ക് ഒരു പ്രൊസീജിയർ ചെയ്യണം. പക്ഷേ അവരൊരു മരുന്ന് കഴിക്കുന്ന കാരണം അവർക്ക് ആ പ്രൊസീജിയർ ചെയ്യാൻ പറ്റില്ല, മരുന്ന് സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷേ കാർഡിയോളജിസ്റ്റ് അങ്ങനെ അഡ്വൈസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ? ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് മിനിമം 6 months to 1 year 2 രക്തോട്ടത്തിന് മരുന്ന് കഴിക്കുന്നത് വളരെ നിർബന്ധമുള്ള ഒരു സിറ്റുവേഷനാണ്. അത് നിർത്തുന്നത് ആ സ്റ്റെൻറ്റിനും ആ ഹാർട്ടിനും അത്ര നല്ലൊരു സിറ്റുവേഷൻ അല്ല. പെട്ടെന്നുള്ള എമർജൻസീസ് ലൈക്ക് എമർജൻസി സർജറിക്ക് നിർത്തിയേ പറ്റും. പക്ഷേ ദർ ഈസ് എ സ്മോൾ കാർഡിയക് റിസ്ക്. അങ്ങനെ അത് തടയാൻ വേണ്ടിയിട്ട് പുതിയ ടെക്നോളജി ഇറങ്ങിയിട്ടുണ്ട്. ആക്ച്വലി ഇറ്റ്സ് കോൾഡ് മെഡിക്കേറ്റഡ് ബലൂൺസ് അല്ലെങ്കിൽ ഡ്രഗ് കോട്ടഡ് ബലൂൺസ്. ഇത് സ്റ്റെൻറ്റ് ഇല്ലാതെ ആൻജിയോപ്ലാസ്റ്റി ഇന്നത്തെ കാലത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അവിടെ സ്റ്റെൻറ്റ് ഇല്ലാതെ നോ മെറ്റൽ ഇല്ലാതെ നമുക്ക് ബ്ലോക്ക് നീക്കാൻ പറ്റും. സോ ദിസ് ഇസ് കോൾഡ് സ്റ്റെൻറ്റ്ലെസ് ആൻജിയോപ്ലാസ്റ്റി. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ ഈ പ്രൊസീജിയർ DCB ഡ്രഗ് കോട്ടഡ് ബലൂൺസ്, അപ്പോൾ ഈ പ്രൊസീജിയർ ആർക്കൊക്കെ ചെയ്യാൻ പറ്റും? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഐഡിയലി ഇതിൻ്റെ ബെസ്റ്റ് ഇൻഡിക്കേഷൻ വരുന്നത് ആൻജിയോപ്ലാസ്റ്റിയോ സ്റ്റെൻറ്റ് ഇടാൻ പറ്റാത്ത ചില കൂട്ടരുണ്ട്. ഫോർ എക്സാമ്പിൾ മുൻപ് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ആൾക്ക് വീണ്ടും ബ്ലോക്ക് വരിക, ഭയങ്കര കാൽഷ്യം അടിഞ്ഞ ബ്ലോക്ക്, വളരെ ലെങ്ത് കൂടിയൊരു ബ്ലോക്ക്, രക്തക്കൊഴലിൻ്റെ വീതി വളരെ കുറവാണ്, ജംഗ്ഷനിലുള്ള ബ്ലോക്ക്. ഇങ്ങനത്തെ സാഹചര്യത്തിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ ഒത്തിരി ഡിഫിക്കൽട്ടാണ്. അങ്ങനത്തെ കേസിൽ ഈ ഡ്രഗ് കോട്ടഡ് ബലൂൺ വളരെ ഹെൽപ്ഫുൾ ആൻഡ് വളരെ അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്ന സംഗതിയാണ്. ഇന്ന കണ്ടീഷൻസിലാണെങ്കിലും ഇന്നത്തെ കാലത്ത് നോർമൽ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നൊരു സിറ്റുവേഷൻസിൽ പോലും റിസർച്ച് ഇപ്പം വളരെ സ്പീഡിൽ അഡ്വാൻസ് ചെയ്തിട്ട് ഇന്ന് നമുക്ക് നോർമൽ രക്തക്കൊഴലിൽ ബ്ലോക്ക് വരുന്ന ആൾക്കാർക്ക് പോലും DCB ടെക്നോളജി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഇനീഷ്യൽ ആ ബ്ലോക്ക് മാറ്റുന്ന പല രീതികളുണ്ട്. ഒരു ബലൂണിങ്, ഒരു കട്ടിംഗ് ബലൂണൊക്കെ ഉപയോഗിച്ച് ആ രക്തക്കൊഴൽ വികസിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സ്റ്റെൻറ്റ് ഇടുന്നതിന് പകരം ഈ ഡ്രഗ് കോട്ടഡ് ബലൂൺ നമ്മളവിടെ ഇംപ്ലാന്റ് ചെയ്യുന്നു. ആ ബലൂണിൻ്റെ മുകളിൽ ആ ഡ്രഗ് ഉണ്ടാവും, ആ മരുന്നുണ്ടാവും, ആ ബ്ലോക്ക് ഭാവിയിൽ വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മളവിടെ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു 1 minute പോലും നമ്മളവിടെ പിടിപ്പിക്കും. ആ ഡ്രഗ് അവിടെ മെല്ലെ മെല്ലെ രക്തക്കൊഴലിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബലൂൺ നമ്മൾ ഊരും. സോ വി ഹാവ് എൻ ഓപ്പൺ ആർട്ടറി, സ്റ്റെൻറ്റ് ഇല്ല, മെറ്റൽ ഇല്ല, നാച്ചുറൽ ആർട്ടറി. ഓക്കെ, അപ്പോൾ അത് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഗുണങ്ങൾ ഏറ്റവും വലിയ ഗുണം വെച്ചാൽ നമുക്കൊരു നാച്ചുറൽ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നാച്ചുറൽ ആർട്ടറി കിട്ടി, നോ സ്റ്റെൻറ്റ്, നോ മെറ്റൽ. രണ്ടാമത്തെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ മെഡിസിൻസ്. ഒരു യൂഷ്വൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റെൻറ്റ് ഇട്ടതുകൊണ്ട് ഡുവൽ ആൻറ്റിപ്ലേറ്റ്സ്, 2 രക്തോട്ടത്തിന് മരുന്ന് കമ്പൽസറി ആയിട്ട് 1 year എങ്കിലും കഴിക്കണം. മറ്റേ ലൈഫ് ലോങ് ഒരു സിംഗിൾ ആസ്പിരിൻ നമ്മൾ കഴിച്ചിരിക്കണം. നാച്ചുറൽ രക്തക്കൊഴലിൽ മെഡിക്കേറ്റഡ് ബലൂൺസ് ഇടുമ്പോൾ നമുക്ക് ഗുളികൻ്റെ മേലെ ഉള്ള പ്രഷർ ഇല്ല. മാക്സിമം ഒരു 1 month ഒക്കെ കഴിച്ചാൽ മതി. മൂന്നാമത്തെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ചില കേസിൽ നേരത്തെ പറഞ്ഞ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നമുക്ക് ബൈപ്പാസ് സർജറിയിലോട്ട് വിടേണ്ടി വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനത്തെ ഒരു ടെക്നോളജി ഉണ്ടാവുമ്പോൾ, സ്റ്റെൻറ്റിൻ്റെ ഒരു ഇഷ്യൂ ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് മെഡിക്കേറ്റഡ് ബലൂൺ ഉണ്ട്, ബൈപ്പാസ് സർജറി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ദാറ്റ്സ് വൺ അഡ്വാൻറ്റേജ്.